കേരളത്തിന് മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, കാലം തെറ്റിയുള്ള മഴയുടെ വരവാണ്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി മാർച്ച്, ഏപ്രിൽ, ഡിസംബർ, ജനുവരി മാസങ്ങളിലും മഴ എത്തി നിൽക്കുന്ന സാഹചര്യം കണ്ടുവരുന്നു. അതുമാത്രമല്ല, ജൂൺ, ജൂലൈ മാസങ്ങളിൽ മഴ താരതമ്യേന കുറവ് അനുഭവപ്പെടുന്നതും കർഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലാക്കുന്നതും ജലസംഭരണികൾ നിറയുന്ന കാര്യങ്ങളിലേക്കുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ചില ദിവസങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതും പകൽ സമയങ്ങളിൽ രാത്രി ശക്തമായ മഴ പെയ്യുന്നതുമായ സാഹചര്യമാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കേരളത്തിൽ. ഗ്ലോബൽ വാർമിങ്ങും പസഫിക് സമുദ്രത്തിൽ അനുഭവപ്പെടുന്ന വ്യതിയാനവുമാണ് കേരളത്തിൽ മൺസൂൺ കാലം തെറ്റി വരുന്നതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു കടന്നുവരവായി മാറിയിരിക്കുന്നു കേരളം. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ അപകടം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കാലം തെറ്റി വരുന്ന കാലാവസ്ഥയും മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ഇടവേളകളില്ലാതെ വരുന്ന ശക്തമായ മഴ മണ്ണൊലിപ്പിന് കാരണമാകുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്രതീക്ഷിത മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകാറുണ്ട്. 2018, 2019 വർഷങ്ങളിൽ കേരളം അനുഭവിച്ച പ്രളയങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇതുപോലെ കാലം തെറ്റി വരുന്ന മഴ വൈറൽ രോഗങ്ങൾക്കും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. വെള്ളത്തിലുണ്ടാകുന്ന കീടങ്ങൾ, രോഗങ്ങൾ കൂടുതലായി പടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. രോഗങ്ങൾ മൂലം ആളുകൾക്ക് പലപ്പോഴും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പല ആളുകളും സാമ്പത്തികമായി തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മഴയുടെ സ്വാഭാവിക താളം തെറ്റുമ്പോൾ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥാ സാഹചര്യമില്ലാത്തതുകൊണ്ട് പല ജീവികളും വംശനാശത്തിൽ വരെ എത്തി നിൽക്കുന്നു. കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും കടമെടുത്തും മറ്റും കൃഷി ഇറക്കുന്നു. കൃഷിയിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല, അസുഖങ്ങളെല്ലാം വന്നു പിടിപെട്ട് കഴിഞ്ഞാൽ ആരോഗ്യ ചെലവ്, അങ്ങനെ നിർമ്മിതിയിൽ നഷ്ടം വരുന്നു. സാമൂഹിക സാമ്പത്തിക ബാധ്യതകൾ കൂടി വരുന്നു. കാലം തെറ്റിയുള്ള മഴയും അതിനുശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും കേരളത്തിലെ പ്രകൃതിയിലെ ചില നിലനിൽപ്പിന് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് വന്യജീവികൾക്കും മറ്റു സസ്യജാലങ്ങൾക്കുമുള്ള സാഹചര്യം മാറ്റപ്പെടുന്നു. കാലാവസ്ഥ മാറുമ്പോൾ ആശ്രയിച്ചിരിക്കുന്ന ജീവിതചക്രം തകരുന്നു. പല ജീവികൾക്കും അവരുടെ ജീവിതചക്രം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഉദാഹരണത്തിന്, ചില പക്ഷികൾ പമ്പ, തേക്കടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചൂടുള്ള കാലത്ത് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും വരാറുണ്ട്. എന്നാൽ മഴ താറുമാറായാൽ ഇവയുടെ കുടിയേറ്റം താറുമാറാകുന്നു. കുരങ്ങ്, കരടി മുതലായ കാടാനികൾ ഭക്ഷണത്തിനായി വനം വിട്ട് മനുഷ്യവാസ മേഖലയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ആനകൾ വരെ എത്തുന്നു. ചില സമയങ്ങളിൽ അഴികൾ വറ്റുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായും നാട്ടിലേക്ക് വരുന്നു. കാലം തെറ്റി വരുന്ന ഇത്തരം മഴകൊണ്ട് എന്തെല്ലാം ദുരിതങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. തേനീച്ച, ചെറുപക്ഷികൾ, തവളകൾ, തുമ്പികൾ അങ്ങനെയുള്ള പല സൂക്ഷ്മജീവികൾക്കും അവരുടെ ആവാസമായ വയലുകളും ചെടികളും നഷ്ടപ്പെടുന്നു. പ്രത്യേക കാലാവസ്ഥയിൽ മുട്ടയിടാൻ മാത്രം കഴിയുന്ന ചില ജീവികൾക്ക് അതിന് സാധിക്കാതെ വരുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന അപൂർവ വംശം തവളകൾ, ഉരകങ്ങൾ, കുറേ കാടുപക്ഷികൾ ഇതിനോടകം തന്നെ അപകടം നേരിട്ടുവെന്നാണ് പറയപ്പെടുന്നത്. ചില പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം പൂക്കുന്ന സസ്യങ്ങൾ മഴ തെറ്റുമ്പോൾ അവയ്ക്ക് മങ്ങലേൽക്കുന്നു. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറുജീവികൾ അവരുടെ ആഹാരം ലഭിക്കാതെ വരുന്നു. അങ്ങനെയായി ഇതിൻ്റെ ഇമ്പാക്റ്റ് ജന്തുക്കളിലേക്കും പടർന്നു പിടിക്കുന്നു. വന്യജീവികൾ നാട്ടിലേക്ക് കുടിയേറുന്നതിൻ്റെ ഭാഗമായി കർഷകർക്ക് വിളനാശം അനുഭവിക്കുന്നു. നമുക്കറിയാം, ആനകളുടെ കടന്നുവരവ് എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത്. പമ്പ, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി. കരടി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണങ്ങളും കൂടി വരുന്നു.